പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വലിയ ആഴ്ചയിലേക്ക് സാവധാനത്തിൽ നീങ്ങുകയാണല്ലോ. നോമ്പ് ആരംഭിച്ചതേ ഉള്ളൂ, പക്ഷേ പെട്ടെന്ന് പാതിക്കാലം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 6ാമത്തെ ഞായറാഴ്ചത്തേക്ക് എത്തുക. പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. എന്തിനാണെന്നറിയാവും? നമ്മുടെ സഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ച് അഭിമാനബോധം ഉണ്ടാകുവാൻ. അതായത് എങ്ങനെയാണ് സഭ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സഭയെന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ കാണുന്ന ഈ സംവിധാനങ്ങളോ അതിൻ്റെ ഹൈറാർക്കിക്കൽ ഘടനകളോ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ടത് അതിൻ്റെ ആന്തരികതയിൽ നിന്ന് നമ്മെ നയിച്ചു കൊണ്ടുപോകുന്ന സഭയുടെ ആരാധനയാണ്. ആ ആരാധന വളരെ കൃത്യമായി പരിശുദ്ധ പിതാവ് ഒപ്പുവെച്ച് ക്രമീകൃതമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ സഭ അവതരിപ്പിക്കുന്നു. അതിനകത്ത് മാറ്റം വരുത്താനോ ഒന്നും ആർക്കും അധികാരമൊന്നുമില്ല. അതെടുത്ത് സഭയുടെ ആരാധനയിലേക്ക് അതിൻ്റെ കണ്ടൻറ്റ് അതെടുത്ത് വിശ്വാസികൾക്ക് വിളമ്പിക്കൊടുക്കുകയാണ് വൈദികര് ചെയ്യുക. ഓർത്തു നോക്കി എത്ര ഭംഗിയായിട്ടാണ് നോമ്പിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നമ്മെ കർത്താവിൻ്റെ ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുന്നു. 40 ദിവസം മോശമലമുകളിൽ ഉപവസിച്ചതിൻ്റെയൊക്കെ പശ്ചാത്തലം പറഞ്ഞ് പിടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ ഉപവാസത്തിലേക്ക് പോയത്. നമ്മെ ഒരു ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയുമായ ഒരു പ്രേരണ നമുക്ക് നൽകി. 2ാമത്തെ ഞായറാഴ്ച എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി നിയന്ത്രണം വേണം. നമ്മൾ ദാനധർമ്മം ചെയ്യണം. സക്കേവൂസിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ പിടിച്ച് പറിച്ചെടുത്തതിന് 4 ഇരട്ടി തിരിച്ചു കൊടുക്കുന്നെന്ന് പറയുന്ന ഭാഗം 2ാമത്തെ ഞായറാഴ്ച വന്നപ്പോൾ നമ്മളുടെ നോമ്പിൽ നമുക്ക് കടന്നു ചെല്ലുക. വാസ്തവത്തിൽ നമ്മുടെ ഉദാര മനോഭാവം നമുക്ക് മറ്റുള്ള സമീപനങ്ങൾ ഉണ്ടായിരിക്കേണ്ട കൃത്യമായിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ച് അവിടെ പറയുകയുണ്ടായി. നമ്മളെ പഠിപ്പിക്കുക. ഞായറാഴ്ച മാത്രമല്ല, മറ്റെല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. എങ്കിലും ഞായറാഴ്ചത്തെ വായനകളുടെ മാത്രം എടുത്ത് പറയുക. എത്ര ഭംഗിയായിട്ട് നമ്മെ കൊണ്ടുവന്നു. 3ാമത്തെ ഞായറാഴ്ച എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് തന്നെ ധർമ്മദാനത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും പറയുന്ന കാര്യങ്ങൾ, തോബിയാസിൻ്റെയും തോബിത്തിൻ്റെയൊക്കെ സംഭവങ്ങൾ ഓൾഡ് ടെസ്റ്റ്മെൻ്റിൽ നിന്ന് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ മുമ്പിൽ സഭ അവതരിപ്പിക്കുകയുണ്ടായി. മനോഹരമായ മാതൃകകൾ കാണിച്ചുകൊണ്ടാണ് യഥാർത്ഥ പ്രാർത്ഥനയും ഉപവാസവും പ്രബോധനം അതെന്താണ് എന്ന് നമ്മെ പഠിപ്പിച്ചത്. 4ാം ഞായറാഴ്ച എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് ഈശോ വിശുദ്ധിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളും സ്വതോം ഗോമോറായുടെ പാപത്തെ പശ്ചാത്തലമാക്കി നിർത്തിക്കൊണ്ട് അതിൻ്റെ വിചിന്തന ഭാഗങ്ങൾ പൗലോസിന്റെ ലേഖനം എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് യഥാർത്ഥ വിശുദ്ധിയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന കാര്യം കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്ന് വിടുന്ന വാക്കുകളാണ് സുവിശേഷത്തിൽ നമ്മൾ കേട്ടത്. 4ാം ഞായറാഴ്ച കഴിഞ്ഞ് 5ാം ഞായറാഴ്ചകൾ എത്തിക്കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, അതായത് അവിടെ കർത്താവിൽ വലിച്ചിറച്ച് ഇടയപ്പെടുന്ന പാപിനിയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നു. നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന ഭാഗത്തിന് പിന്നീട് പശ്ചാത്തലമായി കായൻ അബേലിനെ കൊല്ലുന്നതൊക്കെയാണ് നമ്മൾ അവിടെ വിചിന്തന വിഷയമായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ 5ാം ഞായറാഴ്ച കഴിഞ്ഞിട്ട് 6ാമത്തിലേക്ക് നമുക്ക് അടുക്കാം. 7ാം തീയതി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഓശാനിയായി. അപ്പോൾ 6ാം തീയതിയിലേക്ക് വന്നെത്തി നിൽക്കുമ്പോൾ നമ്മൾ പ്രധാനമായും കൊണ്ടുപോകുന്നത് പീഡാനുഭവ പ്രവചനത്തിലേക്കാണ്. ഈശോ നടന്ന ജെറുസലേമിലേക്ക് അടുക്കുന്ന കാര്യം. ഈശോ ജെറുസലേമിലേക്ക് എത്തുക. ജെറുസലേമിലാണ് ഈ രക്ഷാകര സംഭവങ്ങൾ അരങ്ങേറുന്നത്. കർത്താവിൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനം. അതിന് മുൻകൂട്ടുള്ള പ്രവചന ഭാഗത്തേക്ക് എത്തുന്നതാണ് ഞായറാഴ്ച നമുക്ക് നൽകപ്പെടാൻ പോകുന്നത്. 6ാമത്തെ ഞായറാഴ്ച നൽകുന്ന സംഗതി. അതിന് പശ്ചാത്തലമായിട്ട് നമ്മുടെ മരുഭൂമിയിൽ വെച്ച് നമ്മൾ ജനത്തിന് തമ്പുരാൻ നൽകിയ ശിക്ഷണ കാര്യങ്ങളും പിന്നെ പത്രോസ്ലിയ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വിശദീകരിക്കുന്നുണ്ട്. ഓശാന ഞായറാഴ്ച വരുമ്പോൾ നമുക്കറിയാം കർത്താവിൻ്റെ ജെറൂസലേം പ്രവേശനമാണ്. അതിന് പശ്ചാത്തലമായി മോശയുടെ കീർത്തനം, പുറപ്പാട്ട് പുസ്തകത്തിന് 15ാം അധ്യായത്തിൽ വരുന്ന മോശയുടെ കീർത്തനം അടിസ്ഥാനമാക്കിയിട്ടുള്ള പോക്കാണ്. ഇപ്പം ഇത്രയും പറയുന്നത് എന്തിനാണ്? അതായത് നമ്മൾ വെറുതെ ഞായറാഴ്ച വന്ന് നോക്കി നിന്ന് പോയാൽ പോരാ. നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ആന്തരിക അർത്ഥത്തെക്കുറിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അവബോധം വേണം. എല്ലാം ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല, എല്ലാം ഒന്നും ആഴമായിട്ട് പഠിക്കാനും പറ്റില്ല, അങ്ങ് പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ എന്താണ് നടക്കുന്നത്, സഭ എന്താണ് ചെയ്യുന്നത്, സഭയുടെ മൗലികത എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണ വേണം. ഇതാണ് സഭ. നാം പുറമേ കാണുന്ന സഭയുടെ സംഘടന എന്ന നിലയിൽ കാണരുത്. അത് മറ്റൊരു സംഘടനകളാണ്. അതല്ലിത്. ഇതിൻ്റെ അന്തരാത്മാവിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് കൊണ്ടുതരുന്നത് ദൈവപുത്രനിൽ നിറവേറപ്പെട്ട രക്ഷാകര കർമ്മം പിതാവ് നിർവഹിച്ചതാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തെ അത്രയധികം പിതാവ് സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ഏകജാതം നമുക്ക് നൽകി. ആ നൽകിയ കാര്യത്തെക്കുറിച്ചുള്ള അവബോധം നൽകപ്പെട്ടതിന് ശേഷം ഉദ്ധിതനായ നിൽക്കുക, അറക്കപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞാട്. ആ ഊർധ്വനായി നിൽക്കുന്ന കുഞ്ഞാട് നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മുടെ എല്ലാ പാപഭാരങ്ങളും നമ്മുടെ മറ്റ് ക്ലേശങ്ങളും ഒക്കെ അവിടെ
ഉരുകി ഒലിച്ചില്ലാണ്ടായിത്തീരുന്ന ആത്മീയ ആനന്ദത്തിലേക്ക് നമ്മൾ നയിക്കുകയാണ് സഭ. അതുകൊണ്ടാണ് നമുക്ക് ഒരു 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 പുറകോട്ട് തിരിഞ്ഞു പോക്കൽ, ഒരു നോട്ടമൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആവശ്യമാണെന്നും, അങ്ങനെ ഒരു ബോധ്യത്തോടുകൂടി വിശുദ്ധ കുർബാനയ്ക്ക് അണയുമ്പോൾ പറ്റുമെന്നെങ്കിൽ തലേദിവസം തന്നെ നമുക്ക് ആരാധനക്രമ കലണ്ടറൊക്കെ വീട്ടിൽ കിടപ്പുണ്ടല്ലോ, തലേദിവസം തന്നെ ആ വായനകളൊക്കെ ഒന്ന് നോക്കിയിട്ടും വീട്ടിലിരുന്ന വേദപുസ്തകമൊക്കെ ഒന്ന് വായിച്ചിട്ടും കൃത്യമായിട്ട് ആരാധനക്രമം ബദ്ധമായൊരു വചന വായന ശീലിക്കണം നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നമ്മൾ ഞായറാഴ്ച വരുമ്പം ആ പ്രബോധനം കുറേ കൂടി ആഴത്തിൽ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയും. ഇന്നുമായിട്ട് നമുക്ക് അടുത്ത ഞായറാഴ്ചത്തെ കാര്യമൊക്കെ, അതായത് 6-ാം തീയതി അല്ലെങ്കിൽ 6ാമത്തെ ഞായറാഴ്ച, അത് മാർച്ച് 22-ാം തീയതിയാണ് ആദ്യത്തെ വായന. അതായത് നമുക്ക് ശിക്ഷണം നൽകുന്ന ആദ്യ ഭാഗം മരുഭൂമിയിലെ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളുടെ ഭാഗങ്ങളാണ്. പരിചിതമായ ഭാഗമാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച അത് കൈവശപ്പെടുത്തുന്നതിനും ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങൾ അനുസരിക്കാൻ പ്രത്യേകം ശ്രദ്ധാലുക്കളായിരിക്കണം. എന്തിനാ? 2 കാര്യങ്ങൾ. നീ ജീവിച്ചിരിക്കാൻ വേണ്ടി, അതായത് ദൈവകൽപ്പന അനുസരിക്കുക. എന്തിനാ? ജീവിച്ചിരിക്കാൻ വേണ്ടിയാണ്. നോക്കണേ, വളരെ കൃത്യമല്ലേ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. നീ ജീവിച്ചിരിക്കാൻ തന്നെയല്ല, നിൻ്റെ എണ്ണം വർദ്ധിക്കാൻ വേണ്ടി, നീ ഒരു നല്ല ജനമായി തീരാൻ വേണ്ടിയിട്ട്. പിന്നെ പറയാം, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്തുന്നതിനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ചും നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയുടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. എപ്പം എന്തിനാത്? മരുഭൂമിയിലൂടെ എന്തിനാ അത്രയും ക്ലേശം പിടിച്ച 40 വർഷവും വേണ്ട, 4 മാസം പോലും വേണ്ടായിരുന്നു. ഇപ്പം എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ പദ്ധതി അവിടെ ക്ലിയർ ആയിരുന്നു. നിങ്ങളെ എളിമപ്പെടുത്താനാണ്. കാരണം നിങ്ങൾ അവിടെ അങ്ങനെ ജീവിച്ചേ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങൾ വിശന്നപ്പോൾ ആരെ ആശ്രയിച്ച്? നിങ്ങൾ മന്ന കിട്ടിയില്ലേ? അതുപോലെ തന്നെ പാറപൊട്ടി ജലം നൽകിയില്ലേ? നിങ്ങൾ തന്നെ ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങളെ എളിമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മരുഭൂമിയുടെ ഈ പരിശീലനം നിങ്ങൾക്ക് നൽകിയത്. പിന്നീട് അവിടെ വീണ്ടും പറയുക, അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഈശോ കോട്ടിയത് ഇതാണ്. ഈശോ കോട്ടിയെ പ്രലോഭന വേള ഈശോ ഉദ്ധരിച്ചത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൽ 1 തൊട്ട് 10 വാക്യങ്ങളുടെ ഈ ഭാഗമാണ്. അതായത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ എളിമപ്പെടുത്തുക മാത്രമല്ല, വിശപ്പറിയാൻ നിങ്ങളെ വിട്ടു. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ വിശപ്പറിയാതെ വളരുന്നതിൻ്റെ ദോഷങ്ങളാണ് ഏറെ ഉള്ളത്. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ വിശപ്പറിഞ്ഞ് ജീവിച്ചിരുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വ ബോധം കൂടുതലുണ്ടായത്. എല്ലാം കൊടുത്ത്, എല്ലാം തൃപ്തിപ്പെടുത്തി, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന അപകടകരമാണ് എന്ന് മാതാപിതാക്കൾ കൂടുതൽ അറിവുണ്ടാകേണ്ട കാലമായിരുന്നു. എല്ലാം കൊടുത്ത്, എല്ലാം തൃപ്തിപ്പെടുത്തി കൊണ്ടുവന്ന് വരുമ്പം പിന്നെ ഭൗതികത കണ്ടുവാനും മറ്റിച്ച് അവർ പറയുന്നതും ആവശ്യപ്പെടുന്നതും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പം പൊട്ടലുണ്ടാവും, പിന്നെ അടിപിടി ഉണ്ടാകും, പിന്നെ നിരാശയുണ്ടാകും, പിന്നെ പ്രശ്നങ്ങളാകും. പോട്ടെ, അതിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും ഇവിടെ തന്നെ പറയുകയാണ്, വിശപ്പറിയാൻ വേണ്ടി നിങ്ങളെ വിറ്റു എന്ന്. പിന്നീട് പറയുക, ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ കീറി പഴകിപ്പോവുകയോ നിങ്ങളുടെ കാലുകൾ വിണ്ടുകീറുകയോ ചെയ്തില്ല. അതായത് കർത്താവ് സംരക്ഷിച്ചു. അതായത് നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ല, നിങ്ങളെ ഞാൻ സംരക്ഷിച്ചു. നിങ്ങൾ ബുദ്ധിമുട്ടി, ക്ലേശങ്ങളിലൂടെ നടന്നു, കല്ലിൻ്റെ മുള്ളും കൂടെ ഒക്കെ സഞ്ചരിച്ചു, പക്ഷേ നിങ്ങൾക്ക് പറ്റിയില്ല. പിതാവ് പുത്രനെ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ ശിക്ഷണം നൽകുമെന്ന ഹൃദയത്തിൽ ഗ്രഹിക്കുവാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭംഗിയായി ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നുണ്ടോ? പിതാവ് പുത്രനെ എന്നതുപോലെ നമുക്ക് ഇങ്ങനെ അനുഭവിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ വേദന വരുമ്പോൾ നമുക്ക് നിലവിളിക്കും, വിഷമം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും, നമ്മൾ കെട്ടാണ്ട് പരാതി. പക്ഷേ അതിൻ്റെ പിൻപിൽ ശിക്ഷണം നൽകുന്നൊരു അപ്പൻ്റെ സ്നേഹമുണ്ടെന്ന് ഹൃദയത്തിൽ നമ്മൾ വിചാരിച്ചാൽ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം വളരെ മെച്ചപ്പെട്ടു വരും. അതുകൊണ്ട് കൃത്യമായിട്ട് അതിനാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മാർഗത്തിലൂടെ ചരിച്ച് അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുകയും. എന്തെന്നാൽ അതായത് അരുവികളും ഉറവകളും മലകളും താഴ്വരകളിലും പൊട്ടിയൊഴുകുന്ന പ്രവാഹങ്ങൾ ഒരു നല്ല ദേശത്തേക്കാണ് നിങ്ങളെ ദൈവമായ കർത്താവ് കൊണ്ടുപോകുന്നത്. കാനാൻ ദേശത്തിൻ്റെ പ്രത്യേകത എടുത്ത് പറഞ്ഞിരിക്കുക, അത് ഭൗതികതയാണ്. പക്ഷേ ഇവിടെ എടുത്ത് നമ്മോട് പറയാൻ പോകുന്നത്, അതായത് നിനക്ക് നിത്യമായ ആനന്ദവും സന്തോഷവും ഉണ്ടാകുന്ന ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. മരണം വഴി തീർന്നു പോകുന്നതല്ല, മരണത്തിന് അപ്പുറത്തേക്കുള്ള മഹത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ സഭയിൽ നമ്മൾ ഈ സത്യങ്ങളൊക്കെ ഹൃദയത്തിൽ ധ്യാനിച്ച് ദൈവത്തിനെ സ്തുതിപ്പ് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കും.
അതുപോലെ തന്നെ ഗോതമ്പും ബാർലിയും മുന്തിരിച്ചെടികളും മത്തിവൃക്ഷങ്ങളും അതുപോലെ മാതള നാരങ്ങയും ഒലിവ് മരങ്ങളും തേനുമുള്ള ദേശമാണ്. അവിടെ നിങ്ങൾ സുഭിക്ഷനായി ഭക്ഷിക്കും, അപ്പം ഭക്ഷിക്കും, ഒന്നിനും ഒരു കുറവുണ്ടായില്ല. അവിടുന്ന് അവിടുത്തെ കല്ലുകൾ ഇരുമ്പാണ്. മലകളിൽ നിന്ന് ചെമ്പ് കുഴിച്ചെടുക്കാം. നിങ്ങൾ ഭക്ഷ്യ തൃപ്തരാകുമ്പോൾ നിങ്ങൾ നൽകിയിരിക്കുന്ന ആ നല്ല ദേശത്തെ ഹൃദയമായി കർത്താവിനെ സ്തുതി. ഇതാണ് ആദ്യത്തെ വായന എന്ന് പറയും. അതിൻ്റെ അർത്ഥം വളരെ കൃത്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. പക്ഷെ നമ്മൾ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് അതിൽ നിന്നൊക്കെ നമ്മൾ അകന്നു പോകും. നമുക്ക് തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു രോഗം നമ്മൾ പിടിപെട്ട് കഴിയുമ്പോൾ നമ്മളെ അസഹ്യപ്പെട്ട് അസ്വസ്ഥതപ്പെട്ട് ദൈവത്തെയും വെല്ലുവിളിച്ച് പോകുന്ന രീതി ഉണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കാൻ നമ്മൾ എളിമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്നിരിക്കും. നമ്മൾ വളരെ സമ്പന്നരാണെന്ന് വിചാരിച്ച് സമ്പത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് എല്ലാവർക്കും മുമ്പനാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക ഒറ്റയടിക്ക് താഴോട്ടിടുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നല്ല പാട് 2-3 കാര്യം. ഒന്ന് എളിമയാണ്. രണ്ടാമത് പരീക്ഷണങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ മനക്കരുത്ത് നൽകാൻ വേണ്ടിയിട്ട് ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തേ. അപ്പം എളിമ മാത്രം പോരാ, നിനക്ക് മനഃശക്തി വേണം. തല്ലുന്നില്ലാത്ത നമ്മൾ തലമുറയ്ക്ക് മനക്കരുത്തില്ലാതെ വരും. അത് ക്ലേശങ്ങൾ നടന്നെങ്കിൽ മനക്കരുത്തുണ്ടാവുള്ളൂ. അതല്ലേ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയുന്നത്, ചുമ്മാ അത് പറയുന്നതാണ്. അപ്പോൾ അവിടെ മനക്കരുത്തെന്ന് പറയുന്ന സംഗതി. ഒപ്പം തന്നെ ആ ശിക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നൽകിയിട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ നിഷേധാത്മകമായ വിഷമതകൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ ശൈശവ കാലഘട്ടങ്ങളിലാണ് കർത്താവിൻ്റെ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മളങ്ങനെയാണ് വളർത്തുന്നത്. ശൈശവകാലത്ത് പരിചരണം ആവശ്യം. അതുകൊണ്ട് ഇസ്രായേൽ ശൈശവ കാലഘട്ടമാണ് ഈ മരുഭൂമിയിൽ നടന്ന കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് അവിടെ കർത്താവ് എല്ലാം അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുക ചെയ്ത്. അതൊന്നും നമുക്ക് അവകാശപ്പെട്ടതൊന്നുമല്ല. നമുക്ക് നമ്മൾ കുഞ്ഞായിരിക്കുമ്പം നമ്മുടെ പുസ്തകം നമ്മുടെ മടിയിൽ കിടത്തി നമുക്ക് ആവശ്യമുള്ള നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ തരുന്നതല്ല. നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് അമ്മയ്ക്കറിയാം, അപ്പനും അറിയാം. അങ്ങനെയാകുമ്പോൾ ഈ ശിക്ഷണത്തിലൂടെ കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ തൃപ്തി എപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഹൃദയത്തിൽ തറച്ച് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ ഭൗതികതയുടെ നേട്ടങ്ങൾ കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. അത് അവിടെ മനുഷ്യൻ അതിനു വേണ്ടിയിട്ട് നട്ടം തിരിഞ്ഞ് പരവേശപ്പെട്ട് ഓടി അത് ഭയങ്കരമായ രീതിയിൽ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്നു പോകുന്നത് കൊണ്ടാണ്. നീ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകില്ല. അപ്പം അതുകൊണ്ട് ദൈവവചനമാണ് എല്ലാം സൃഷ്ടിച്ചത്, ജീവൻ നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് വചനം നമ്മുടെ ഉടമ്പടിയുടെ ഫലമാണ്. ദൈവവും നമ്മളും തമ്മിൽ ഒരു ഉടമ്പടിയാണ് ആ വചനങ്ങൾ. അപ്പം അതുകൊണ്ട് മാംസം ധരിച്ച വചനം നമ്മുടെ കൂടെയുള്ള വെറും വചനമൊന്നുമല്ല. എഴുതപ്പെട്ട വചനം മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളതെന്ന് ഓർക്കണം. മാംസം ധരിച്ച വചനം നമ്മുടെ കൂടെയുണ്ട്. ജീവിക്കുന്നവനായ മിശിഹ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് തന്നെയാണ്, ദൈവം തന്നെയാണ് വചനം. ആ വചനം മാംസം നമ്മൾ എഴുതുക. പക്ഷെ വചനം എന്ന് പറയുമ്പോൾ എഴുതപ്പെട്ട രേഖയും ഘട്ടത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് മാത്രമാണ് വചനം എന്ന് വിചാരിക്കരുത്. അത് ഈശോ മിശിഹായ കർത്താവാണ്. ഹൃദയബന്ധം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അവിടുത്തെ ഒരു വിശ്വസ്തതയുണ്ടായിരിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി തമ്പുരാൻ തരും. പക്ഷേ സമൃദ്ധി ഒരു കെണിയായിട്ട് ഭവിക്കാം ജീവിതത്തിൽ. അപ്പോൾ കെണിയായിട്ട് ഭവിക്കാറുണ്ട്. ജാഗ്രതയുണ്ടായിരിക്കണം. അപകടങ്ങൾ നമുക്ക് ഉണ്ടാകാം. പക്ഷേ ആ അപകടങ്ങളൊക്കെ അതിൻ്റെ പിമ്പിൽ എങ്ങനെ സംഭവിച്ചെന്ന് ചിന്തിക്കുന്നത്. അതിൻ്റെ പിമ്പിൽ ദൈവ പരിപാലന കണ്ടെത്താം. അതുകൊണ്ട് അഹങ്കാരം ഉണ്ടായത് സമൃദ്ധിയിൽ അഹങ്കാരം ഉണ്ടാകും. അതേ സമയത്ത് മാത്രമല്ല കഴിഞ്ഞ കാലത്തെക്കുറിച്ച് മറവിയും ഉണ്ടാകും. വന്ന വഴി മറന്നു പോകുന്ന പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയുന്ന കാരണവന്മാർ പറയുന്നതാണല്ലോ, നീ വന്ന വഴി മറന്നു പോകരുത് എന്ന് പറഞ്ഞാൽ നീ എവിടെ നിന്നാണ് വന്നേ, നീ ഇല്ലായ്മയിൽ നിന്നാണ് വളർന്നു വന്നേ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും മറന്നു പോകരുത്. എൻ്റെ സന്നിധിയിൽ നിൻ്റെ കർത്താവിൻ്റെ സന്നിധി എന്ന് ചിന്തിക്കുന്ന ഓർമ്മ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 6ാമത്തെ ആഴ്ചയിലേക്ക് കൊണ്ടുപോകുമ്പം കുറച്ചുകൂടി ആഴത്തിലേക്ക് നമ്മുടെ ആത്മാവ് ഊർന്നിറങ്ങിയിട്ട് ഈശോയെ കണ്ടെത്താൻ ശ്രമിക്കുക. 2ാമത്തെ വായനയിലേക്ക് വരുമ്പം അവിടെ വന്നിരിക്കുന്ന അതായത് മക്കബായക്കാരുടെ പുസ്തകത്തിൽ നിന്ന് 2ാം പുസ്തകത്തിൻ്റെ 6ാം അധ്യായം 18-30 വാക്യങ്ങൾ. അതിൻ്റെ സംഭവം ഞാനങ്ങ് നേരത്തെ പറഞ്ഞേക്കാം. എലയാസർ എന്ന് പറയുന്ന ഒരു നിയമജ്ഞൻ എന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധനായ നിയമജ്ഞനാണ്. അതായത് കർത്താവിൻ്റെ കാലത്ത് നിയമജ്ഞനെയും പരിസരയും പോലെയല്ല, വിശ്വസ്തതയുള്ള ആളാണ്. അപ്പം അന്നത്തെ കാലഘട്ടങ്ങളിൽ അതായത് രാജാവിൻ്റെ ബലി തർപ്പിച്ചത് അത് വിശുദ്ധമായ ഭക്ഷണമല്ല, നിഷിദ്ധമായ ഭക്ഷണമാണ്. അപ്പോൾ പലപ്പോഴും ദാനിയേലിനൊക്കെ സംഭവിച്ചത് അങ്ങനെ ആണല്ലോ. അതായത് രാജാവിനെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുടെ ശിക്ഷ നടപടി ഉണ്ടാവുകയും ആ ദാനിയേലിൻ്റെ സിംഹക്കുഴി വലിച്ചെറിയുകയൊക്കെ ചെയ്തത് അങ്ങനെയല്ല. നമുക്കറിയാം, സംഭവങ്ങളെ കുറിച്ച് അധികം കിടക്കുന്നില്ല. എന്തായാലും ആ കാലഘട്ടങ്ങളിലൊക്കെ ഭയങ്കരമായ രീതിയിൽ ഭയങ്കര പീഡനം. ഇപ്പം മക്കബായക്കാരുടെ കാലം നമുക്കറിയാമല്ലോ.
സൈലന്റ് ചില ജീവിത ഘട്ടങ്ങളുണ്ടല്ലോ. അതായത് എല്ലാം തകർത്ത് തരിപ്പണമാക്കി ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയി. അവിടെ കിടന്ന് 50 വർഷം പീഡിപ്പിച്ചപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പേർഷ്യൻ രാജാവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ, പേർഷ്യൻ രാജാവ് സൈറസ് ചക്രവർത്തി വഴിയായിട്ട് സ്വാതന്ത്ര്യം നൽകിയിട്ട് തിരിച്ചു വന്നു. ദേവാലയം രണ്ടായിട്ട് പണിതു. രണ്ടാമത്തെ പണിതതിന് ശേഷം പിന്നീട് മുമ്പോട്ട് പോയി. കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഗ്രീക്കുകാർ കിടന്നു വന്ന് പിന്നെ കീഴ്പ്പെടുത്തി. ഗ്രീക്കുകാർ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ എപ്പിഫാനസ് എന്ന് പറയുന്ന ഒരു രാജാവ് വന്നു കഴിഞ്ഞ വളരെ മോശമായ രീതിയിൽ അവർ ജെറുസലേം ദേവാലയത്തിൽ പന്നിയൊക്കെ ബലിയർപ്പണത്തിനെ അവഹേളിച്ചു. അവസാനം അവർ തമ്മിൽ ഭയങ്കര ഏറ്റുമുട്ടലുണ്ടായപ്പോൾ മക്കബായക്കാരൻ തിരിച്ചു വരും. അതായത് മക്കബായക്കാർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മക്കബായക്കാരനുള്ള ശക്തമായ യുദ്ധം ചെയ്തുകൊണ്ട് ദേവാലയത്തെ വീണ്ടെടുത്തു. ആ വീണ്ടും സാഹചര്യങ്ങളുണ്ടായി. പിന്നീടും വീണ്ടും അകത്തായി കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന വലിയ മതമർദ്ദനമുണ്ടായപ്പോഴാണ് ഈ മക്കബായക്കാരിൽ ഒരു നിയമജ്ഞനായ മനുഷ്യൻ എലയാസ് എന്ന് പറയുന്ന ആളിനോട്, അതായത് അന്ന് നിഷിദ്ധമായ ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം വളരെ നല്ല ഉത്തമനായ മനുഷ്യനായിരുന്നു. ശത്രുക്കൾക്ക് ഒരു ആദരവുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മരിക്കരുതെന്ന് ശത്രുക്കൾ പോലും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ശത്രുക്കൾ തന്നെ വന്ന് പറഞ്ഞത് ഒരു കാര്യം ചെയ്യും, അതായത് നിഷിദ്ധമായ ഭക്ഷണമല്ലേ കഴിക്കാൻ പാടില്ലാത്ത, നമുക്കൊരു കാര്യം ചെയ്യാം, അനുവദനീയമായ ഭക്ഷണം ഞങ്ങൾ ഒരുക്കി തരാം, ആരും അറിയാതെ നിഷിദ്ധമാണെന്ന് വിചാരിച്ച് രാജാവ് വിചാരിച്ച് അതങ്ങ് കഴിച്ചുകൊണ്ടാൽ മതി എന്ന് പറയും. വേണ്ട 90 വയസ്സുണ്ട് എനിക്ക്, 90 വയസ്സിനിടയ്ക്ക് ഞാൻ ഈ നാടകം അഭിനയിക്കാൻ പോകുന്നില്ല. എന്നിട്ട് എന്ത് പറയും, എൻ്റെ ചെറുപ്പക്കാരെന്നെ പറയും, കണ്ടില്ലേ 90 വയസ്സായപ്പോഴത്തേക്കും മനുഷ്യൻ്റെ ഇങ്ങനെ വഴുതേറ്റിപ്പോയെന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പക്കാർക്കും ദുർമാതൃകയാണെന്ന് പറയുന്നത് അദ്ദേഹം മരണം കൈവരിക്കുന്ന ഭാഗമായി പറയുന്നത്. അപ്പം അതുകൊണ്ട് വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാനായിട്ടുള്ള കരുത്തം സ്മോനിയും 7 മക്കളുടെയും കാര്യം നമുക്കറിയാവില്ല എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തിന് എന്തുമാത്രം പ്രസക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് എടുത്ത് ചോദിക്കുന്ന ചോദ്യം 2ാമത്തെ വായനയിലൂടെ. അതിങ്ങനെ ഉന്നത സ്ഥാനീയനായ ഒരു നിയമജ്ഞനും കുലീന ഭാവത്തോടു കൂടിയവനും വയോധികനുമായ എലയാസിൻ്റെ വായ് പന്നിമാംസം തീറ്റാൻ അവർ ബലം പ്രയോഗിച്ച് തുറന്നു. അപമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ മരിക്കാൻ നിശ്ചയിച്ച് അവൻ അത് തുപ്പിക്കളഞ്ഞതുകൊണ്ട് പീഡനം മരിക്കാൻ സന്നദ്ധനായി. അപ്പം ജീവനോടുള്ള സ്വാഭാവിക സ്നേഹം പോലും മറന്ന് നിഷിദ്ധ വസ്തുക്കളെ അതുപോലെ രുചിക്കാൻ പോലും വിസമ്മതിച്ചിരുന്ന അദ്ദേഹം ധീരനായിരുന്നു. അതുകൊണ്ട് നിഷിദ്ധമായ ബലിയുടെ ഭാരവാഹി അവനുടെ ദീർഘകാല പരിചയം കൊണ്ട് അവസാനം എന്തു ചെയ്തു, അതായത് വളരെ ഭംഗിയായിട്ട് മറ്റ് അനുവദനീയമായ ഭക്ഷണം കൊണ്ടൊക്കെ അവർക്ക് കൊടുത്തുകൊണ്ട് കഴിക്കാമെന്ന് വേണ്ട, അത് കൊടുത്ത് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് കഷ്ടപ്പെടാൻ കാത്തിരുന്ന പറയും, വേണ്ട അതൊന്നും വേണ്ട, ഞാൻ മരിക്കാൻ തയ്യാറാണ്. തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും അദ്ദേഹം പറയാൻ തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും നരച്ച മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമമായ ജീവിതത്തിനും വിശുദ്ധവും ദൈവതത്വവുമായ നിയമങ്ങൾക്ക് യോജിച്ച വിധം ഞാൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് പറയുകയാണ്, എന്നെ പാതാളത്തിലേക്ക് വിട്ടേക്കാൻ അവരോട് പറഞ്ഞേക്കാം. കാരണം അദ്ദേഹം അത്തരത്തിലുള്ള ധീരമായ നിലവാരത്തിയവരാണ്. അവൻ തുടർന്ന് നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ഒട്ടും ചേർന്നതല്ല. എലയാസ് 90-ാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും. ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യത്തെ പങ്കിലവും അപമാനിതവുമാക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിൽ ഞാൻ തയ്യാറില്ല എന്ന് പറയുന്ന ഭാഗമാണ്. സോ ഇന്ന് അതിൻ്റെ സന്ദേശം നമുക്ക് കിട്ടുന്ന വളരെ മനോഹരമായ രീതിയിൽ വിശ്വാസത്തിനു വേണ്ടി ഇന്നും ഇതുപോലെ രക്തസാക്ഷികളാകുന്ന അനേകം നമുക്കറിയാം. നമ്മെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിൻ്റെയും പശ്ചാത്തലം അതുപോലെ ഉണ്ടാകുന്നില്ലെങ്കിലും, അതായത് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ തൃണവൽഗണിച്ചുകൊണ്ട് അതിനെ ശപിക്കാൻ ആവശ്യപ്പെടുന്ന ശത്രുക്കൾ ധാരാളം നമുക്കുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. ലിബിയൻ കടൽ തീരത്ത് വെച്ച് 21 പേരെ കൊന്നത് എങ്ങനെയാണ്? 21 പേരെ ലിബിയൻ കടൽ തീരത്ത് വെച്ച് കൊന്നവർ എത്യോപ്യക്കാരായിരുന്നല്ലോ. അല്ല, അവരിവിടെ എത്യോപ്യയിൽ ഈജിപ്തിലെ കോപ്റ്റിക് സഭാംഗങ്ങളായിരുന്ന ആളുകൾ കൂലിപ്പണിക്ക് പോയവരെ അവർ ലിബിയയിൽ പിടിച്ചുകൊണ്ട് വന്ന് 21 പേരെ ലിബിയൻ കടൽ തീരത്ത് കൊണ്ട് നിർത്തിയിട്ട് നിർത്തി ചുമന്ന വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ആരോചാരന്മാർ കഠാരയും കൈപ്പിടിച്ച് പുറകുന്നോട് ആവശ്യം ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, ഇഫ് യു കണ്ടം ജീസസ് വിൽ സെറ്റ് യു ഫ്രീ. നിങ്ങൾ യേശുവിനെ തള്ളി പറയാമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്താം. ഇതായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ നേരിടുന്ന കണ്ണിൻ്റെ മുമ്പിൽ ഇത് സംഭവിക്കുന്നില്ലെങ്കിലും ലോകത്തിന് വിവിധ ഭാഗങ്ങൾ സംഭവിക്കുന്നുണ്ട്. നൈജീരിയയിൽ ഇത് സംഭവിക്കുന്നുണ്ട്, മറ്റ് പല സംഭവം സംഭവിക്കുന്നുണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവിടെ നാം പറയുന്ന ഒരുപാട് വിശ്വാസികൾ ഇപ്പോൾ ഇറാനിലുണ്ടെന്ന് നമുക്കറിയാം. ക്രിസ്തുമതം സ്വീകരിച്ചെന്ന് പറയുന്നു കേൾക്കുന്നവർ അന്നേരം കൊന്നുകളയാം. നിരനിരപ്പായിട്ട് നിർത്തിയിട്ട് 100 കണക്കിന് ആൾക്കാർ നിർത്തി വെടിവെച്ച് കൊന്നു. 40,000 പേരെ ആ പെട്രോൾ സമയത്ത് വെടിവെച്ച് കൊന്നത്, കൊന്നുകളഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്.
അപ്പം അതുകൊണ്ട് ആ രക്തസാക്ഷിത്വത്തിൻ്റെ ആ വലിയ ചിന്തയുടെ നടുവിലാണ് നമ്മൾ ഈ ഭാഗം നമുക്ക് വായിക്കാനായിട്ട് തന്നിരിക്കുന്നത്. അദ്ദേഹം ഒന്നിനെയും ഭയപ്പെട്ടില്ല. ധീരതയുടെ സ്മാരകമായിട്ട് അദ്ദേഹം മാറിയ അരേറ്റ എന്ന് പറയുന്ന ധീരതയുടെ സ്മാരകമായിട്ട് മാറിയെന്ന് അവിടെ പറയും. അതുകൊണ്ട് ലിബിയൻ കടൽ തീരത്ത് പോയ ആൾക്കാർ അവരെന്നാ പറയും? 21 പേരും അവരന്ന് പറഞ്ഞത് എന്താ ഓർക്കുന്നില്ല. ആ ചിത്രം നമ്മുടെ മനസ്സിൽ കാണുള്ളൂ. 21 പേരെ ചുമന്ന വസ്ത്രം ധരിച്ച് ലിബിയൻ കടലത്തീരത്ത് മുട്ടുകുത്തി നിർത്തിയിട്ട് ഓരോന്നിനെയും ഓരോ ആരോചാരന്മാരും കടാരിയുമായിരുന്നുകൊണ്ട് ചോദ്യം ഇതാണ്: ഇഫ് യു കണ്ടം ജീസസ് ദെൻ യു വിൽ സെറ്റ് ഫ്രീ. ഇത് ടെലവൈസ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും കാട്ടിക്കൊണ്ടാണ് കാണിക്കുന്നത്. അപ്പം എന്നാ സംഭവിച്ചേ? അവർ നോ. എന്നിട്ട് യേശു ജീസസ് ജീസസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മരിച്ചു. ഞാൻ ഒരിക്കൽ സൂചിപ്പിക്കേണ്ടതായ ഒരു പ്രാവശ്യം ഞാൻ ഒരിക്കൽ ആ വഴിയിലൂടെ കടന്ന് ഞങ്ങൾക്ക് പഠിച്ചു നടന്ന സ്ഥലങ്ങളാണ്. പോകാനിടയായപ്പോൾ ബസ്സിൽ വെച്ച് ഈ കോപ്റ്റിക്കാരെ കണ്ടപ്പോൾ അറിയാതെ ചോദിച്ചു പോയി, നിങ്ങളുടെ ആ കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായ സംഭവത്തെക്കുറിച്ച് എന്ത് പ്രതികരിക്കുന്നു പറയുമ്പോൾ അവർ വളരെ ഊർജ്ജസ്വലമായിട്ട് പറഞ്ഞു, ദേ ആർ അവർ മാർട്ടിയേഴ്സ്. അവർ ഞങ്ങൾ വാഴ്ത്തപ്പെട്ടവരാണെന്നാണ് പറയുക. കുട്ടി നോ ദാറ്റ് ഞങ്ങൾ കണ്ടു. എങ്ങനെ കണ്ടു? ഞങ്ങൾ വീട്ടിലിരുന്ന് ടെലിവിഷനിൽ കണ്ടു. അവർ ആ കഠാര പൊക്കി കിടിക്കുമ്പോഴും അവർ തലമുടി കുത്തുന്നു പിടിക്കുമ്പോഴും കഴുത്തേൽ കറക്കുമ്പോഴും യേശുവേ യേശുവേ യേശു എന്ന് പറഞ്ഞ് അവർ മരിച്ചു. ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് ലോകത്തിൽ ഇങ്ങനെ രക്തസാക്ഷിത്വത്തിന് വഹിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി വഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, നമ്മൾ മാത്രമൊന്നുമല്ല. അപ്പം അതുകൊണ്ട് അത് ജീവിക്കുന്ന ദൈവമാണെന്നുള്ള ബോധ്യം കൊണ്ടാണ് മരിച്ചേ അങ്ങോട്ടേ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഈശോയോടൊപ്പം ജീവിക്കുന്ന, നിത്യം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വിളി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവളെ കറക്റ്റായിട്ട് അന്നേരം പറഞ്ഞത്, വി ആർ നോട്ട് റെഡി ടു ഡിസൊബേ ജീസസ്. ഞങ്ങൾ കർത്താവിനെ ഒരിക്കലും തള്ളിപ്പോരാൻ പ്രശ്നമില്ല. അവർ നോ എന്ന് പറയാം, എംപാറ്റിക് നോ എന്നാണ് പറയാം. അതായത് നമ്മൾ കൃത്യമായിട്ട് പറയുക, ഞങ്ങൾ യേശുവിനെ തള്ളിക്കാൻ തയ്യാറില്ല. അപ്പം അതുകൊണ്ട് മരിക്കാൻ തയ്യാറായി. അപ്പം അതുകൊണ്ട് ആ 21 പേരും ആ സഭയിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭാംഗങ്ങളാണ്. അവരിപ്പോൾ ഏതാണ്ട് 15 ലക്ഷം പേരെ അവിടെയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കൊന്നു തീർത്തിട്ടുണ്ട്. അതായത് കൊന്നു തീർക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈജിപ്ത് ഏത് രാജ്യമായിരുന്നവർക്ക് അറിയാൻ പോയില്ലേ? ഈജിപ്ത് ക്രൈസ്തവ രാജ്യമായിരുന്നു. കത്തോലിക്കാ സഭയുടെ സന്യാസം ആരംഭിച്ചത് അവിടെയാണ്. പക്കോമിയസ് എന്ന് പറയുന്ന പുണ്യവാളുടെ നാടാണോ, അവിടെയാണ് ഈ പറയുന്ന സന്യാസം ഉണ്ടായത്. അത്രയധികം തീഷ്ണതയുള്ള അത് വലിയ സന്യാസമൂഹം, ദൈവശാസ്ത്ര സ്കൂളുകളുണ്ടായിരുന്നു, അലസ്കാൻ്റെ സ്കൂളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈജിപ്ത് എന്ന് പറയും. ഇതൊക്കെ ഒരു 6-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇപ്പോൾ വാളിൻ്റെ മുനയിൽ മറ്റൊന്നായിട്ട് മാറി ഭവിച്ചത്. ഇതിനൊക്കെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ശരി, അത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. അപ്പോൾ ഈ പറയുന്ന എലയാസർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വായന മക്കവാരുടെ പുസ്തകത്തിൽ വന്നിരിക്കുന്നത്, ഞായറാഴ്ച വന്നിരിക്കുന്നത് നമുക്ക് അർത്ഥവത്തായ ഒരു കാര്യമാണ്. പിന്നെ അടുത്ത് ചേർന്ന് മൂന്നാമത്തെ വായന പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 1 പത്രോസ് 4:12-19 വാക്യങ്ങൾ പറയും: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തെന്നോ സംഭവിച്ചെന്നതുപോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ അത്തിരിയും ആഹ്ലാദിക്കും. പത്രോസ്ലീഹ അന്ന് എപ്പോഴത് എഴുതുന്നത്? കഠിനമായ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. ആ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ആ ധൈര്യം പകരുക. നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. ഈ ക്രിസ്തുവിൻ്റെ പീഡനങ്ങൾ ഇങ്ങ് വരുമ്പോൾ നിങ്ങൾ എന്തോ അപ്രതീക്ഷിതമായി വന്നതാണെന്ന് വിചാരിച്ച് നിങ്ങൾ പരിഭ്രമിക്കേണ്ട. അത് കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗമാണെന്നുള്ളതിൽ സന്തോഷം. അത് പറയുമ്പോൾ, അത് എഴുതുമ്പോൾ ഇത് നടക്കുന്നതുകൊണ്ടിരിക്കുന്ന കാര്യം ആ സമയത്താണ്. അപ്പം അതുകൊണ്ട് പറയുക, ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാരൂപജനങ്ങളിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളപ്പോൾ വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ അല്ലെങ്കിൽ പരദ്രോഹിയോ ആയി പീഡകൾ സഹിക്കാൻ ഇടയാകരുത്. അങ്ങനെ പീഡ സഹിച്ചെങ്കിൽ അത് അർത്ഥമില്ല. അതുകൊണ്ട് അങ്ങനെ പീഡകൾ സഹിച്ചുവെങ്കിൽ എങ്കിലും അവിടെ പോലും ഉണ്ടല്ലോ, അങ്ങനെയുള്ളവൻ പോലും കർത്താവിന് വലത്ത് വയസ്സ് കിടന്നുകൊണ്ട് എന്താ പറഞ്ഞേ? അതായത് ഇടത്ത് വയസ്സുള്ളവരോട് പറയാൻ എന്താ, നമ്മൾക്ക് അർഹിക്കുന്നതാണ് ഈ കുരിശ് മരണം. പക്ഷേ ഈ മനുഷ്യൻ എന്താ തെറ്റാ ചെയ്ത്? എൻ്റെ കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, നീ പരദീസയിൽ എത്തുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറയുമ്പോൾ നീ ഇന്ന് എൻ്റെ കൂടെ പരദീസയിലായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതവസരത്തിൽ ഏത് സാഹചര്യത്തിൽ പോയാലും തമ്പുരാനിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞേ? ക്രിസ്ത്യാനി എന്ന നിലയിലാണ് നിങ്ങൾ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ ഒരു തരത്തിൽ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടും. അതൊക്കെ പറയാൻ കാരണം, ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിക്കാൻ പറയുന്നത്, ഇന്ന് നമ്മൾ ക്രിസ്ത്യാനിയിൽ അഭിമാനിക്കുന്നവരാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല. അത് അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യമായി ക്രിസ്ത്യാനി എന്ന് കളിയാക്കി വിളിച്ചതാണ്. അപ്പം അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പേര് കേൾക്കുമ്പോൾ ഒരു അപമാനമായിരുന്നു അന്നത്തെ കാലഘട്ടങ്ങൾ. അതുകൊണ്ട് അത് അഭിമാനിക്കുക എന്ന് പത്രോസ്ലീഹ പറയാൻ കാരണം അത് അപമാനമായിരുന്നത് കൊണ്ടാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ച് ക്രിസ്ത്യാനി എന്ന് പറയാൻ അഭിമാനമാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസ സമൂഹമാണ്, ഏറ്റവും വലിയ വിശ്വാസ സമൂഹമാണ്. കാരണം നമുക്ക് അഭിമാനമാണ്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിയിൽ അഭിമാനിക്കാനല്ല ഇവിടെ പറഞ്ഞിരിക്കുക. അഭിമാനിച്ചുകൊണ്ട് തന്നെ മഹത്വപ്പെടുത്തട്ടെ. എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കും. ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും. ദൈവത്തിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ സഭയിലാണ്. നിങ്ങളിപ്പോൾ സഭയിലാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നന്മയിൽ ആരംഭിക്കണം. ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും ചിന്തിക്കുക? ഇപ്പം വിധിയുടെ നിമിഷത്തിലെ സുവിശേഷം അനുസരിക്കാത്ത കാര്യം എന്തെന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിതത്തെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ പത്രോസിനെ നൽകുന്ന പാപ്പയാണ്. പാപ്പ നൽകുന്ന ഉപദേശമാണ് ഈ മൂന്നാമത്തെ വായനയിൽ പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കാളികളാണ്. അതുകൊണ്ട് അത് മുൻകൂട്ടി മതമർദ്ദനത്തെ പീഡനം കണ്ടുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ യുഗാന്ത്യത്തിൽ അതിൻ്റെ പൂർണ്ണ മഹത്വം നമുക്കുണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹീതൻ, മക്കാറിയോസ് എന്ന പദം ഉപയോഗിക്കും. മക്കാറിയോസ് എന്ന് പറയാം, അനുഗ്രഹീതൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ സഭയിലായിരിക്കുന്നത് അത് അഭിമാനപൂർവ്വം തന്നെ കാണാനായിട്ട് കഴിയണം. അതുകൊണ്ട് ശിക്ഷാവിധിയെ കണ്ടുകൊണ്ട് പീഡനങ്ങളെ കാണണം. അതായത് കർത്താവിൻ്റെ പീഡനം പങ്കെടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിതത്തിൽ പാപങ്ങൾക്ക് പരിഹാരം കൂടിയാണ്. അപ്പം അതിനാൽ ദൈവത്തിൻ്റെ സഭ, അതായത് കഷ്ടതകളെയൊക്കെ സംബന്ധിച്ച് നാം കഷ്ടപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അല്ലെ, കഷ്ടതകൾ നമ്മുടെ സമീപനം ഈശോ മിശിഹായുടെ പീഡനങ്ങളുടെ ഭാഗഭാഗിത്വമായിരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് കാണിക്കേണ്ടത് നീതിയും കാരുണ്യവും എന്ന് പറഞ്ഞ കർത്താവ് അവിടുന്ന് നമ്മളെ നന്മ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് സഹനത്തെ കാണുമ്പോൾ പല വിധത്തിലുള്ള ആളുകൾ കണ്ടിരുന്നു. പാപത്തിനുള്ള ശിക്ഷയായിട്ട് കണ്ടു, ദൈവത്തിൻ്റെ ശാപമായിട്ട് കണ്ടു, പൂർവ്വീയരുടെ പ്രവൃത്തി ഫലമായിട്ട്. അങ്ങനെയൊന്നും അല്ല കാണേണ്ടത്. നേരെ മറിച്ച് യുഗാന്ത്യത്തെ കണ്ടുകൊണ്ട് സഹനം ദൈവത്തിൻ്റെ ഹിതമൊന്നുമല്ല. നേരെ മറിച്ച് യുഗാന്ത്യമാനം കർത്താവിൻ്റെ കൂടെ പീഡ സഹിക്കാനുള്ള അഭിമാനമാണ്. അവിടെയാണ് സഹനത്തെ കാണാൻ പ്രധാനപ്പെട്ട കാര്യം. അത് നീതിമാൻ്റെ സഹനമാണ്. അത് യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ. അപ്പോൾ അതിൻ്റെ കുരിശിലുള്ള നമ്മുടെ ജീവിതം അത് മനോഹരമാണ്, മഹത്വീകൃതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഞായറാഴ്ച സുവിശേഷ ഭാഗത്തേക്ക് കടക്കുമ്പോൾ അതായത് രക്ഷാകരമായ സഹനത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന, കട്ടിയായ ഭാഷയെ പഠിപ്പിക്കുന്ന 3 പ്രാവശ്യം പറഞ്ഞു കർത്താവ് ശിഷ്യന്മാരോട്. നിങ്ങൾക്കറിയാതെ ലുക്കായുടെ സുവിശേഷം എപ്പോഴും നമ്മൾ കാണുന്നത് ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്, ഇതുമായി പീഡാനുഭവത്തിലുള്ള യാത്രയാണ്. 3 പ്രാവശ്യം മുൻകൂട്ടി പറഞ്ഞു മനുഷ്യപുത്രൻ ശത്രുക്കളെ പിടിക്കപ്പെടുകയും പീഡിപ്പിക്കുകയും കുറിച്ച് തറയ്ക്കപ്പെട്ട് വധിക്കപ്പെടുകയും ചെയ്യും, 3-ാം ഉയർത്ത് എഴുന്നേൽക്കും. അപ്പം അന്നേരം എന്ത് ചെയ്തു? അത് കേട്ട് പത്രോസ് കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, അയ്യോ അത് വേണ്ട, അത് മാനുഷികമായിട്ട് പറയാം. അപ്പം അതുകൊണ്ട് അതികഠിനമായ ഭാഷയെ ശകാരിച്ചു. സൈറ്റൻ ഗോ ബിഹൈൻഡ് മീ, സാത്താനെ നീ പിന്നാലെ നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണെന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റ് ചെയ്യുന്ന ഭാഗമാണ്. അത് തന്നെയാണ് മർക്കോസിന് വിശേഷം 8-ാം അധ്യായം 31-ാം വാക്യത്തിൻ്റെ 9-ാം അധ്യായം 1 വരെയുള്ള ഭാഗം വളരെ ഗൗരവമായ നല്ല മനോഹരമായ സുവിശേഷ ഭാഗമാണ്. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവർ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾ ഉയർത്തി നിൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ ഇപ്രകാരം തുറന്നു പറയും. ഇത് ആദ്യം ഒന്നും പറഞ്ഞില്ല, അവസാനമാണ് പറഞ്ഞത്. ഈശോ എപ്പോഴും കാര്യമുണ്ടല്ലോ, കർത്താവ് എപ്പോഴും അതായത് താൻ മിശിഹ ആണെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞിരുന്നു. ആദ്യം തൊട്ടാണ് പറഞ്ഞു ആരോടും പറയരുത്. കാരണം മിശിഹ എന്ന് പറഞ്ഞാൽ അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് രാജകീയ മിശിഹായാണ്. തായുടെ പ്രതാപത്തോടെ പണ്ട് ദാവീദ് വാണിരുന്ന പോലെ ഒരു ദാവീദ് രാജാവിനെ പോലെ മറ്റൊരു രാജാവായിട്ട് വന്നിട്ട് റോമൻ യുഗത്തിൽ റോമയുടെ നുഖം വലിച്ചെറിഞ്ഞിട്ട് അവിടെ സ്വാതന്ത്ര്യം നൽകുന്ന ആൾ അവർ ധരിച്ചു വെച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മിശിഹാണെന്ന് ആരോടും പറയേണ്ടതെന്ന് പറയും. കാരണം ഞാൻ മിശിഹ ആകുന്ന രീതി വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായേ പറ്റൂ. അത് ദൈവാത്മാവ് വന്നു കഴിഞ്ഞേ മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് പത്രോസിന് മനസ്സിലായില്ല. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു അത് പറ്റിയില്ലെന്ന് പറയും. ഇപ്പോൾ കർത്താവ് മാറ്റി നിർത്തിയിട്ട് കട്ടിയായി ശകാരിക്കുന്ന ഭാഗമാണ് കേൾക്കുന്നത്. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. ഈശോ പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നതുണ്ട്. പത്രോസിനെ കണ്ടോ, ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചു. അതെന്തിനാണ്? പാഠമാകാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് ഒരു പാഠമാകാൻ വേണ്ടി. എന്നിട്ട് എന്ത് പറഞ്ഞു? സാത്താനെ നീ എൻ്റെ മുമ്പിൽ പോവും. ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെ സാത്താനെ എന്ന് വിളിക്കുക. ഇത് കൂടുതൽ എന്നാ പറയേണ്ടി? സാത്താനെ നീ എൻ്റെ പിന്നിൽ പോകും, നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. അവൻ ശിഷ്യരോടൊപ്പം ജനത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ച് നിർത്തിയിട്ട് അവരോട് പറയും. അവിടെ ആളുകളുണ്ട്, ഇവരെല്ലാം കൂടെ വിളിച്ച് നിർത്തിയിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? വളരെ മനോഹരമായ ലോകം മുഴുവൻ സ്വാധീനിക്കുന്ന വാക്കുകൾ. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഒരുങ്ങുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും
എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനതിനെ രക്ഷിക്കും. ആ ജീവൻ രണ്ട് അർത്ഥത്തിലാണ്. ഒന്ന് ശാരീരിക ജീവൻ മാത്രമല്ല, ആത്മീയ ജീവനും കൂടിയാണ്. അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയത്. അതുകൊണ്ട് അവൻ എന്ത് ഈ ഒരു തിരുവചന ഭാഗം എന്ത് മാറ്റങ്ങൾ വരുത്തി ചില വ്യക്തി നമുക്കറിയാം. ഇഗ്നേഷ്യസ് ലയോളയൊക്കെ രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണ്? എന്തൊരു ശക്തിയായിരുന്നു. ആ ഫ്രാൻസിസ് സേവർ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്? മനുഷ്യ ലോകം മുഴുവൻ നേടിയാൽ നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്താ പ്രയോജനം? ഒരു തിരുവചന ഭാഗമാണ് ആ ജീവിതങ്ങളെ കണ്ടമാനമായിട്ട് മാറ്റിമറിച്ചതും. മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായിട്ട് എന്ത് കൊടുക്കും? കർത്താവ് ചോദിക്കാം. നിൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയിട്ട് എന്ത് കൊടുക്കും? പാപം, അതായത് പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് വരുമ്പോൾ ലജ്ജിക്കും. അതായത് യുഗാന്ത്യോന്മുഖ ചിന്തയാണ്. അതായത് രണ്ടാമത്തെ വരും, വിധിയുണ്ടാവും. വിധിയുടെ പശ്ചാത്തലം പറയുന്നത്. അപ്പോൾ അവിടെ ലജ്ജിക്കും. വീണ്ടും പറയുന്നു, അവൻ അവരോട് പറഞ്ഞു, ദൈവരാജ്യം ശക്തമായി വരുന്നത് കാണുന്നത് വരെ മരിക്കയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരുണ്ട് എന്ന് സത്യവാനോട് പറയുന്നു. അന്ന് പലരും ധരിച്ചപ്പോൾ യോഹന്നാനെ കുറിച്ചായിരിക്കും അങ്ങേർക്ക് മരിക്കില്ല. അതല്ല, അർത്ഥത്തിലല്ല പറയും. മരിക്കയില്ലാത്ത ചിലർ ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്നാ? ദൈവരാജ്യം ശക്തിയായിട്ട് വരുന്നത് എപ്പോഴാണ്? ശക്തിയായിട്ട് വരുന്ന കർത്താവ് മരിക്കുമ്പോഴാണ്. പാപപരിഹാരാർത്ഥം കർത്താവ് തന്നെ പിന്നെ അർപ്പിച്ച് എല്ലാം നിവൃത്തിയായി, പിതാവെ എല്ലാം പൂർത്തിയായി എൻ്റെ ആത്മനിൽ സമർപ്പിക്കുന്ന പറയുന്ന നിമിഷത്തിൽ അവിടെയാണ് ദൈവരാജ്യം ശക്തിയായിട്ട് വരുന്നത്. അതിന് സാക്ഷ്യം വഹിക്കാൻ തന്നെ മക്കളുണ്ടായിരിക്കുമെന്നായി പറഞ്ഞു. അപ്പം മരിക്കില്ലാത്ത ആൾക്കാർ അവിടെ ഉണ്ടാകുമെന്ന ഈ സുവിശേഷ ഭാഗം നമ്മുടെ ഹൃദയത്തിലേക്ക് ആയിരുന്നു ഇറങ്ങേണ്ടതാണ്. വലിയ ആഴ്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓശാന ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണ്. അപ്പോൾ അന്നേരത്തേക്കും നമ്മൾ കടന്നു വരേണ്ട പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറഞ്ഞതൊക്കെ. ദാനിയേലിൻ്റെ പ്രവചന ഭാഗം മനസ്സിൽ ഓർക്കുക. അതായത് അവിടെ അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യപുത്രൻ എന്നുള്ള കർത്താവ്, മനുഷ്യപുത്രൻ എന്ന നാമധേയത്തിന് ഒത്തിരി ഇഷ്ടമായിരുന്നു ഈശോയ്ക്ക്. മനുഷ്യപുത്രൻ എന്ന് പറയാം. അപ്പോൾ എടുത്തില്ലേ, മനുഷ്യപുത്രൻ ശത്രുക്കളാൽ പിടിക്കപ്പെടുകയും പീഡിക്കപ്പെടുകയും കുരുത്തർക്കേട് മരിക്കുകയും ചെയ്തു. മനുഷ്യപുത്രന് എന്താ ഭൂമിയിൽ പാപം മോചിക്കുന്ന അധികാരമുണ്ടെന്ന് അറിയേണ്ട നീക്കിട്ടും എടുത്ത് നടക്കാം. ഈ മനുഷ്യപുത്രൻ എന്ന് പറയുന്ന സംജ്ഞ കർത്താവിനേറെ ഇഷ്ടമായത് 2-3 അർത്ഥത്തിൽ വിനിയോഗിക്കുന്നുണ്ട്. ഒന്ന്, പീഡകൾ സഹിക്കുന്ന മനുഷ്യപുത്രൻ. അതാണ് ഇവിടെ. മനുഷ്യപുത്രൻ പീഡകൾ സഹിക്കുകയും മരിക്കുകയും ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതാണ്. അവിടെ കർത്താവ് ദൈവത്തിൻ്റെ ദാസനായിട്ട് വന്നതാണ്. രണ്ടാമത്, പീഡകൾ സഹിക്കുന്ന മനുഷ്യപുത്രനെ പോലെ തന്നെ മനുഷ്യപുത്രനുണ്ട് ശക്തിയുടെ വാനവേഗങ്ങളിൽ. മനുഷ്യപുത്രൻ ശക്തിയുടെ വാനവേഗങ്ങൾ കടന്ന് നിങ്ങൾ കാണും. അതായത് എന്താ? കയ്യപ്പാസിനോട് പറഞ്ഞാൽ ഈ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനാണോ എന്ന് ചോദിച്ചു. വളരെ മറുപടി ഭംഗിയായിട്ട് പറയുക ആണ് എന്ന് പറഞ്ഞിട്ട് പറയുക, മനുഷ്യപുത്രൻ ശക്തിയുടെ വാനവേഗം കടന്നു നിങ്ങൾ കാണുന്നു. അപ്പം അതുകൊണ്ട് മനുഷ്യപുത്രൻ 81 തവണ സുവിശേഷത്തിൽ സംജ്ഞ ഉപയോഗിച്ചിട്ടുണ്ട്. പാപമോചന അധികാരത്തെക്കുറിച്ച് 2-ാം അധ്യായം 10-ാം വാക്യത്തിലാണ് മനുഷ്യപുത്രൻ ഭൂമിയിൽ പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന് അറിയേണ്ടതിൻ്റെ കട്ടലെടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞ ഭാഗവും. അതുകൊണ്ട് സാപത്ത് നിശ്ചയിക്കുന്ന അധികാരം, മനുഷ്യപുത്രന് സാപത്തിന്മേൽ അധികാരമുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് സഹനത്തിൻ്റെ ദാസനായിട്ട് വരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ മഹത്വീകൃതനായിട്ട് വരുന്നു. അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ തരങ്ങളിലും എല്ലാ തലങ്ങളിലും താളെ എളിയവനായിട്ട് ശുശ്രൂഷ കടന്നു വരുന്നു. എന്ന് പറയാം, മരണം വരിക്കേണ്ടിയിരിക്കുന്നു. ദൈവികം ആവശ്യമാണ്. മനുഷ്യപുത്രൻ ശത്രുക്കളെ പിടിക്കപ്പെടാൻ ഇരിക്കുന്നു. അത് ദൈവികമൊരാവശ്യമാണ്. മരണം എന്ന് പറയുന്ന ആ രക്ഷാകരചരിത്രത്തിൻ്റെ കേന്ദ്രബിന്ദു ഈശോ മിശിഹായുടെ മരണമാണ്. അത് ഏശയ്യ 52, 13, 53, 12 ഭാഗങ്ങളിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞന്മാരും പ്രമാണികൾ സാൻഹെദ്രീൻ സംഘത്തിൻ്റെ അംഗങ്ങളാണ്. അവരെയൊക്കെയാണ് വളരെ ഗൗരവമായിട്ട്. പക്ഷേ 3-ാം ദിവസം ഉയർത്തി നിൽക്കും. അത് പ്രവചനം നേരത്തെയുള്ള ഹോസി പ്രവാചകൻ്റെ പുസ്തകത്തിലെ 6-ാം അധ്യായം 2-ാം വാക്യം നിന്ന് വായിച്ചു നോക്കി. 3-ാം ദിവസം ജീവൻ നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ യോനായെക്കുറിച്ച് 3-ാം ദിവസമാണ് യോന മത്സ്യത്തിൻ്റെ പുറത്തു വന്ന് യോനായുടെ അടയാളമല്ല മറ്റൊരു അടയാളവും നൽകപ്പെടുകയെന്ന് പറയാനും കാരണം അതാ. മനുഷ്യപുത്രൻ 3 ദിവസം ഭൂമിക്കടിയിൽ യോന മത്സ്യത്തിനിടെ കഴിഞ്ഞ പോലെ കഴിഞ്ഞുകൂടും. അതുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന സംഗതി മെസിയാനിക രഹസ്യമാണ്. അപ്പോൾ പത്രോസ് അംഗീകരിക്കാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് പത്രോസിനെ ശാസിക്കാനായിട്ട് ഇടയാകും. നീ എന്താ ചെയ്യുന്നത്? നീ പിന്നിലോട്ട് പോകാനാണ് സാത്താനെ. അതായത് നീ തടസ്സമാണ് ഉന്നയിക്കുന്നത്, പിന്നോട്ട് പോകാം. നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് വളരെ ക്രൂശിതൻ എന്ന നിലയിൽ കാണുന്നു. അതിൻ്റെ മഹത്വീകരണത്തിലേക്ക് നമ്മെ ക്ഷണിക്കുക. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. സമൂഹത്തിലെ പരിശുദ്ധരും പണ്ഡിതരുമായ വ്യക്തികളാണ് മെസ്സിയായെ
തിരസ്കരിച്ചത് ആ കാലഘട്ടത്തിൽ. അന്നുണ്ടായിരുന്നവരും മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ പരിശുദ്ധരായ ആളുകൾ. കർത്താവ് പറഞ്ഞ ആരാ? പ്രമാണിമാരും നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും തന്നെ പിടിക്കുകയും തന്നെ പീഡിപ്പിക്കുകയും തന്നെ വധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ്. അപ്പം 3 ദിവസം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ 3 ദിവസത്തിന് ഒത്തിരി പ്രതീകാത്മക അർത്ഥമുണ്ട്. അദ്ദേഹത്തിൻ്റെ കർത്താവ് കൃത്യം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ നമ്മെ രക്ഷിക്കാൻ ഒരു രക്ഷയുടെ അനുഭവമാണ് 3-ാം ദിവസം പറഞ്ഞ സംഗതി. അപ്പോൾ അവിടുന്ന് ആത്മപരിത്യാഗത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. അതുകൊണ്ടാണ് എന്നെ പ്രതി എന്ന് പറഞ്ഞത്. സ്വന്തം ജീവൻ അന്വേഷിക്കുക എന്ന് പറയുന്ന സ്വാർത്ഥതയാണ്. ഇത് ആത്മപരിത്യാഗത്തിൻ്റെ വഴിയാണ്. അപ്പോൾ യേശുവിനെ പ്രതി അവിടുത്തെ അനുഗമിക്കാൻ സഹനവും അപമാനവും മരണവും ഒക്കെ ഉണ്ടാകും. അപ്പം നമ്മുടെ ശിഷ്യത്വം എന്ന ചലനാത്മകമായ യാഥാർത്ഥ്യമാണ്. അത് സ്വയം സ്നേഹത്തിലേക്കല്ല, സ്വയം പരിത്യാഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. അതിൻ്റെ ജീവൻ നമുക്ക് പ്രധാനം ചെയ്യുന്നു. നിത്യമായ ജീവനാണ്. ശാരീരികമായ ജീവൻ മാത്രമല്ല, നിത്യമായ ജീവൻ. അതുകൊണ്ട് സമ്പൂർണ്ണമായ സമർപ്പണത്തിലൂടെയാണ് ജീവൻ പൂർത്തീകരിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ലോകം മുഴുവൻ നേടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ലോകം മുഴുവൻ നേടിയതിൻ്റെ ആത്മാവിച്ച ഫലം എന്ന് വെച്ചാൽ എന്ത്? ഈ ലോകം ഈ കാണുന്ന മണ്ണല്ല. പിന്നെ എന്താ? അധികാരം, പണം, പ്രതാപം, സമ്പത്ത്, സുഖം. ഇതാണ് ലോകം. എന്നൂടെ പറയുകയാണ്, അധികാരവും പണവും സമ്പത്തും പ്രതാപവും സുഖവും ഇതായാലും മനുഷ്യൻ ആഗ്രഹിക്കണം. ഇതെല്ലാം നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനമെന്ന് ചോദിക്കുന്ന ചോദ്യം നമ്മുടെ മനസ്സിലിരിക്കേണ്ട. മനുഷ്യൻ ഇതുപോലെ ഭ്രാന്ത് പിടിച്ച് നടക്കില്ല ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് മരണത്തിനും ഉത്ഥാനത്തിനും അതുകൊണ്ട് സാക്ഷികളാവും. അതായത് ദൈവരാജ്യം ശക്തിയോടെ വരുന്നതുവരെ നിങ്ങൾ ചിലർ മരിക്കില്ലാത്തതിൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. സാക്ഷികളാവും നിങ്ങൾ ചിലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലരുണ്ടാകും. യൂദാസ് ഒഴിച്ച് ബാക്കിയുള്ളവരാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ തമ്പുരാൻ നമ്മൾ വന്നിരിക്കുന്ന ആത്മപരിത്യാഗത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമ്മൾ ആത്മപരിത്യാഗത്തിൻ്റെ വഴി എന്ന് പറഞ്ഞത് ആകർഷകമായി തീരുത്ത ഗതിയിൽ നമ്മൾ ക്രമീകരിക്കും, നമ്മൾ സ്വാധീനിക്കാൻ ഇടയാകട്ടെ. നമ്മുടെ നോമ്പ് ഉപവാസം എന്ന് പറയുന്നത് അനുഷ്ഠാനത്തിന് വേണ്ടിയുള്ള ഒരു അനുഷ്ഠാനമാകരുത്. കറക്റ്റായിട്ട് 50 ദിവസം ഇറച്ചിയും മീനും കൂട്ടാൻ എണ്ണ വെച്ചാൽ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഒരു ആഹ്ലാദവും സന്തോഷവും അതൊക്കെ ഉണ്ടെങ്കിൽ അനുഭവിക്കാൻ തെറ്റൊന്നുമില്ല. പക്ഷേ ആന്തരികത എന്ന് പറയുന്നതല്ല. ആത്മപരിത്യാഗത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോകാൻ, കർത്താവിൻ്റെ കുരിശിനെ അഞ്ഞു മുറുകാൻ, ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രായോഗികമായ വിഷമതകളും ദുഃഖങ്ങളും ഒക്കെ അതിനൊക്കെ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കി കർത്താവിനെ കുരിശിനോട് ചേർത്ത് അതിനെ ആശ്രയിച്ച് സ്വീകരിക്കാനുള്ള കരുത്ത് കിട്ടുന്നത് മാനുഷികമല്ല, ദൈവികമാണ്. നമുക്ക് തന്നെ പറ്റില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് കൂടുതലായി കർത്താവിൻ്റെ കൃപ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അത് ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനും, കർത്താവ് നിൻ്റെ കുരിശിൻ്റെ ഭാഗമാണല്ലോ അതെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിശ്വം കൃപയും പിതാവ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും വിസ്താരമായ സഹവാസവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.